Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. How was your exam? Your exam? Okay. Then where we stopped? നമ്മളെവിടെയാണ് കഴിഞ്ഞത്? Okay, okay. നമ്മളെവിടെയായിരുന്നു? എവിടെ വരെ കഴിഞ്ഞ സെമി മോഡൽസ് ആയിരുന്നില്ലേ? സെമി മോഡൽസ് ആയിരുന്നില്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? ഫിനിഷ് ആയിട്ടുണ്ടല്ലോ. ഒന്ന് പറയാമോ എവിടെ വരെയായിരുന്നു? Excuse me, please. Anyone? Moral verbs. സെമി മൊഡാൽസില് ഏതൊക്കെയാണ് നമ്മൾ എടുത്തിരുന്നതെന്നൊന്ന് Have on last. I have. അവിടെ വരയില്ലേ? ഹാവ് ടു അല്ലേ? Have to. അവിടെ അത് ഫിനിഷ് ആയി. ഓക്കെ, നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. ഇല്ല, have to അല്ല, have. I have a job അങ്ങനെ. Do plus have. Had better. Had better. ഷജന Had better വരെയാണ് മാം. സെമി മൊഡാൽസ് ആണോ എടുക്കുന്നത്? അല്ല, സെമി മൊഡാൽസ് ആയിരുന്നില്ലേ? Their need. യെസ് മാം. Termi അതൊക്കെ Had better last. കുറച്ചും കൂടി വെച്ചതായിരുന്നു എന്നല്ല പറയുന്നില്ല. To express strong advice. Had better. Okay, had better. ഫിനിഷ് ആയില്ലേ? Had better. Okay. Had better വരെ എടുത്തു നമ്മൾ. ഫിനിഷ് ആയി. The next one today we are going to discuss about prepositions. What is a preposition? Preposition ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. What's a preposition? Can you say? What's a preposition? Can you give me some examples for preposition? Give me some examples for preposition. before. In, on, at, under, okay, above, below, then, beside. All these are prepositions. And what's the function of preposition? Like, it's a tiny word. Like, it's a tiny word in English language, but it means a lot. Sometimes it gives you the location where it is. Sometimes the exact time, the time കാണിക്കാനായിരിക്കും. Multiple uses ഉണ്ട്. ഇതിനെല്ലാം multiple uses ഉണ്ട്. Which determines the place, the position. Okay, position of a noun. Position words നമ്മുടെ prepositions നെ പറയാം. Position words which determines the position of a noun. Noun position നമുക്ക് പറഞ്ഞു തരുന്നതാണ് prepositions. We can say, we can call this as position words. നമുക്ക് position words നമ്മുടെ prepositions നെ പറയാവുന്നതാണ്. Today we are going to discuss about in, on, at. In, on, and at. അതായത് in, on, and at. അതായത് ഈ മൂന്ന് prepositions നെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. And where it is used. Okay, ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? It is used as preposition of time. അതായത് സമയത്തെ സൂചിപ്പിക്കാനും preposition of place, അല്ലെ, സ്ഥലത്തെ സൂചിപ്പിക്കാനും നമ്മൾ ഈ മൂന്ന് prepositions ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനുകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മൂന്ന് prepositions ആണ്. In, on, at. Okay, നമുക്ക് ഡിസ്കസ് ചെയ്യാം. Share the screen just a second. Can you see it? Can you see?
Excuse me. Yes, ma'am. Okay. Yes. In, on, and at. The prepositions in, on, and at have different uses for referring to place and time. അതായത് ഇതിന് മൾട്ടിപ്പിൾ യൂസ് ഉണ്ട്. ഈ മൂന്ന് പ്രിപ്പോസിഷൻസിനും പല വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് ആയിട്ടും പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ആയിട്ടും, അതായത് സ്ഥലത്തെ സൂചിപ്പിക്കുന്നതിനും സമയത്തെ സൂചിപ്പിക്കുന്നതിനും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആയിട്ട് ഇൻ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. To indicate that something is inside a larger space, such as a country, city, village, whatever it is. അതായത് ഒരു ലാർജർ സ്പേസിനകത്താണ് വരുന്നതെങ്കിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു? ഇൻ ഉപയോഗിച്ച് പറയുന്നു അല്ലെ. ഇറ്റ്സ് എ വില്ലേജ്, കൺട്രി ആകാം, വില്ലേജ് ആകാം, ടൗൺ ആകാം. ഓക്കെ, ഇറ്റ്സ് ഇൻ എ സംതിങ് ഈസ് ഇൻസൈഡ് എ ലാർജ് സ്പേസ്. ലാർജർ സ്പേസിനുള്ളില്, ഒരു വലിയ പ്രദേശത്തിനുള്ളിൽ വരുമ്പോൾ എന്ത് ഏത് പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഇൻ ഉപയോഗിച്ച് പറയുന്നത്. വി ആർ ഇൻ ഫ്രാൻസ്, വി ആർ ഇൻ ഇന്ത്യ. ഓക്കെ, വി ആർ ലിവിംഗ് ഇൻ ഇന്ത്യ ഇൻ എ ലാർജ് സ്പേസ്. കൺട്രിക്ക് മുൻപിലായിട്ട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് മുൻപിലായിട്ട് നമ്മൾ എന്തെന്നാ ഉപയോഗിക്കുന്നത്? ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് പറയുന്നു? ഇൻ ഉപയോഗിച്ച് പറയുന്നു. ക്ലിയർ ആണോ? They live in Delhi. Okay, it may be a country, village, city, whatever it is, a large room. Okay, we use the preposition in ഉപയോഗിക്കുന്നു. Clear ആണോ? Yes, ma'am. Okay, can you give me some example for this? We are inside in a large area, so we use the preposition in. ഒരു large area, large space-നുള്ളിലാണെങ്കിൽ നമ്മൾ ഏത് preposition in ഉപയോഗിച്ച് പറയുന്നു? Can you give me some example for this? Excuse me. He's in France, they live in Delhi. I work in this room. Okay. My father was born in Sweden. Okay, inside a larger space we use the preposition in. Then in the next case we see that to show the location inside a building, to show the location. അതായത് ഈ ബിൽഡിംഗിലാണ് എന്റെ ഓഫീസ്. My office is in this building, in a large building. I'm working in this institution. Okay. She is in the hospital. Okay, she is in a hospital. Okay, ഒരു ലാർജ് ബിൽഡിംഗിന്റെ ഒരു ബിൽഡിങ്ങിനുള്ളിലാണ് അല്ലെ എങ്കിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് പറയുന്നു? പ്രിപ്പോസിഷൻ ഇൻ ഉപയോഗിക്കുന്നു. പ്രിപ്പോസിഷൻ ഇൻ. Okay, I am working in this institution. She is in the hospital. My office is in this building. ഈ ബിൽഡിംഗിലാണ് എന്റെ ഓഫീസ്. My flat is in this building. Okay, my flat, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. My flat is in this building. Okay, sometimes okay, you can give some examples. Let's try. In a larger space, something is inside in a larger space, we use the preposition in. And in a larger building, if we are inside a building, we use the preposition in ഉപയോഗിച്ച് പറയുന്നു. ഒരു ബിൽഡിംഗിന്റെ അകത്താണെങ്കിൽ, ഇൻസൈഡിലാണെങ്കിൽ in അല്ലെ, in ഉപയോഗിച്ച് പറയുന്നു. The next one is to show the position. Yes, they are playing in the park. The children are playing in the park. Very good. Inside a large space, we can say the preposition in. Very good. Yes. The next one is to show the position inside an enclosed area. It's an enclosed area. It is closed. Okay, it is closed. So we use the preposition in. Okay. The apples are kept. The apples are inside. The apples are in the fridge, in the refrigerator. Sometimes you can use inside also. Okay, inside. Okay, the apples are in the refrigerator. The apples are in the refrigerator. If it's an enclosed area. Okay, the clothes are in the wardrobe. Okay, the clothes are in the wardrobe. The pencil is in the box. The dog is in the kennel. Then the money is in my pocket. It's an enclosed space. It's closed surrounding. Okay.
You can say the preposition, you can use the preposition in ഉപയോഗിച്ച് പറയുന്നു. Okay, can you give me some examples for this? If it is in the something is inside in a closed area, in a closed area, we use the preposition in. The snacks are in the box, in the tiffin box. The snacks are in the tiffin box. The water is in the glass. The water is in the glass. You can say that. Okay. Clear or no? Yes, ma'am. Then, Yes, ma'am. okay. This working inside the box. That's good. Then here, we can say that if I'm saying that, please write this down in your notebook. In your notebook. You can say that. In your notebook. Okay? It's an enclosed space, you can say that. Please write this down in your notebook. When we talk about print media also, print media, I mean newspaper. Newspaper the കാര്യം പറയുമ്പോൾ. Okay, newspaper. I read this news in the newspaper. ഞാൻ ഏത് ന്യൂസ്പേപ്പറിലാണ്, അതായത് ഞാൻ ന്യൂസ്പേപ്പറിലാണ് വായിച്ചത്, അല്ലെ ന്യൂസ്പേപ്പറിൽ വായിച്ചു. ഈ ന്യൂസ് ഞാൻ വായിച്ചത് ന്യൂസ്പേപ്പറിലാണ്. I read this news in the newspaper. Okay, നമുക്ക് ഡിഫറൻസ് നോക്കാം. ചില കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് നോക്കാം കേട്ടോ. Then here we say that to show the position inside an enclosed area, we refer the preposition, we use the preposition in. Okay, in the refrigerator. Okay, in the wardrobe, in the class. Okay, the students are in the classroom. The teacher is in the classroom. Okay, clear or no? The next one is clear or no? Fast. Miss, കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, ma'am. Yes, ma'am. Fast ആണോ? Note ചെയ്ത് വെക്കണേ examples. Okay. The next one is when we refer about small vehicles such as a car, taxi. We are traveling in a taxi. We are in a taxi. We can say that when we say about small vehicles, അതായത് taxi, car, ചെറിയ വാഹനങ്ങളെ കുറിച്ച് ചെറിയൊരു സ്പേസ് അല്ലെ, കൺഫൈൻഡ് സ്പേസ് ആയിരിക്കാം അവിടെ, അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു? ഇന്നാണ് ഉപയോഗിച്ച് പറയുന്നത്. Get into the car. Get into the car. But at the same time, when we yes, I'm reading the book. I'm reading in the book. I'm reading a book. Okay. Then next one. What else? Small vehicles. When we say about small vehicles, we use the preposition in. But at the same time, when we say about public transportation like bus, train, metro, plane, which preposition we use? When we talk about car, taxi, whatever it is, we use the preposition in. At the same time, when we talk about public transportation such as bus, train, plane, On the. oh yes, get on the bus. You say that, right? Get on the bus. Okay, get on the bus. Okay, then we are on a bus. We are on a bus. We are on a train. We are traveling in a train. We say that. Okay, we are traveling in a train. Okay, we'll discuss it later. Okay, then we are in the car. I'm coming in my car. Okay, I'm coming in my car. I'm in a taxi. Okay, I'm in a taxi. We used to say that. But if we say about a bicycle, what we say? Which preposition we use? Bicycle or bicycle, bike. Which preposition we use? Yes, me. On, we use on. We ride on a bicycle. We ride on a bicycle.
Okay, we are on a bicycle. We are on a bike. Okay, we are on a bike. We are on a bicycle. On ആണ് ഉപയോഗിക്കുന്നത്. ബൈസിക്കിളിന്റെ കേസിൽ മാത്രം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഓൺ ഉപയോഗിച്ച് പറയുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൺ ആണ് പ്രിപ്പോസിഷൻ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. Where ആണോ? We are in the office. Yes, good. We are in the office. Yes, good. Shining. Then examples, please. Give me some sentences by using the preposition in. Clear or no? Preposition of place ആയിട്ട് അതായത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. In ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? For larger space. When we talk about larger space, something is inside in a larger space, we use the preposition in. We are in France. We are living in India. Okay, we are living in India. Okay, then next one to show the location inside a building. My office is in this building. My flat is in this building. You can say that. Then she is in the hospital. The students are in the classroom. Okay, inside a building. Inside, students are in the school. Students are in the school. The teacher is in the school. Then to show the position inside an enclosed area. Enclosed area only the students are in the classroom. Then it is in my pocket. The money is in my pocket. The apples are in the fridge. Okay. To denote small vehicles such as taxi, car, whatever it is, we use the preposition in. In ഉപയോഗിച്ച് പറയുന്നു. Clear? Clear ആണ്? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? Give me a reply, please. മനസ്സിലാവുന്നുണ്ടോ? If you have any doubts. Yes, ma'am. Okay. The next one is in. And when it is used to refer time സൂചിപ്പിക്കുവാൻ എങ്ങനെയാണ് preposition in ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. നോക്കിക്കേ. Used to talk about longer periods of time. അതായത് time, longer periods, period of time കാണിക്കുന്നതിന് months ആകാം. Months, in front of months, years, seasons, decades, centuries, etc. We use the preposition in. Time സൂചിപ്പിക്കുന്നതിന് എങ്ങനെയാണ് in ഉപയോഗിക്കുന്നത്? For longer periods, to talk about longer periods, year ആകാം, month, years in the മുൻപിൽ, months, പിന്നെന്താ decades, centuries. We are living in the 21st century. We are living in the 21st century. Okay, seasons, in spring, in autumn, in summer. Okay, in summer it is very hot. It is very hot in summer. Okay, in the spring season, very warmer. We feel very warm. In the spring season, we feel very warm in the spring season. Then, when we talk about seasons, years, I was born in 1995. I was born in 1995. Years in front of years. Then they moved to the US in 2019. Years in the മുൻപിൽ എന്ത് ഉപയോഗിക്കുന്നു? Preposition in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. Years in the മുൻപിൽ പിന്നെ എന്താണ്? I love to go there in April. മാസങ്ങൾക്ക് മുൻപിൽ മാസം. Okay, മാസത്തിന്റെ മുൻപിൽ എന്ത് ഉപയോഗിക്കുന്നു? In ഉപയോഗിക്കുന്നു. Then she joined our company in the month of June. Okay, she joined our company in the month of June. Okay, a specific month is mentioned. Before that, we use the preposition in ആണ് ഉപയോഗിക്കുന്നത്. Then talk about centuries, decades, seasons, years, months. We use the preposition in. She was talking about what happened in the 17th century. അവർ സംസാരിക്കുന്നത് എന്താ സംഭവിച്ചതെന്നാണ്. 17th century എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. She was talking about what happened in the 17th century. We are living in the 21st century. We are living in
the 21st century. Seasons. Before seasons also we use the preposition in. Seasons മുൻപിലായാലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? Preposition in ആണ് ഉപയോഗിക്കുന്നത്. In the spring I will lose my weight. എന്റെ weight നഷ്ടമാകും. I lost my weight. It is too hot in summer. In summer. The season. Okay, season ആണ് summer. അല്ലേ? So അതിന് മുൻപില് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? Preposition in ഉപയോഗിച്ച് പറയുന്നത്. It is too hot in summer. മനസ്സിലായോ? അതായത് ഇയേഴ്സിന് മുൻപിലായിക്കോട്ടെ, years, months, decades, centuries, seasons, we use the preposition we use the preposition in. In ഉപയോഗിച്ച് പറയുന്നു. Then at the same time when we talk about a specific day, date, which preposition we use? Specific day, date, which preposition we use? Hello. In. In ആണ് ഉപയോഗിക്കുന്നത്. Specific day ആണ്. Specific day ഏതെങ്കിലും ഒരു ദിവസം. Monday. On ഉപയോഗിക്കുന്നു. Very good. On Monday, on Tuesday. Okay. On Tuesday. If it is a date also we use the preposition on. നമുക്ക് നോക്കാം. We discuss it. Okay. Then for longer periods we use, okay, in the past, in the present. This was done in the Middle Ages. Longer periods. Okay. For the longer periods, for long periods we use in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. Confusion ആവരുത്. Long periods. Time ആയിക്കോട്ടെ, അല്ലെ? Years. ഇവിടെ Middle Ages. It is happened. അല്ലെ? It was done. This was done in the Middle Ages. And this was done in the Middle Ages. In the past, I used to live in this house. പണ്ട് ഞാൻ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. In the past, in the future, in the present, we say, we use the preposition in. അതായത് for longer periods we use the preposition in the past. This happened in the past. സംഭവിച്ചത് പാസ്റ്റിലായിരുന്നു. Okay. Then in the past, in the future, in the present, we use the preposition in ഉപയോഗിച്ച് പറയുന്നു. Clear ആണോ? For longer periods, we use the preposition. In front of that, we use the preposition in. Here, for shorter periods also, for shorter period also, I mean parts of the day, in the morning, in the evening, in the afternoon. Okay, we use the preposition in. Okay, clear ആണോ? Clear ആണോ? Yes, ma'am. Yes, ma'am. Okay, in ഉപയോഗിച്ച് പറയുന്നത് for shorter periods, അതായത് parts of the day. And parts of the day means in the morning. Okay, in the morning. I watched a drama in the morning. I watched a drama in the morning. I met him in the morning. I met him in the morning. I will call you in the afternoon. I will call you in the afternoon. In the afternoon. Parts of the day. In the afternoon. I'm going to her place in the evening. We'll meet you in the evening. We'll meet you in the evening. Okay. Parts of the day we use the preposition in ഉപയോഗിച്ച് പറയുന്നു. നേരത്തെ പറഞ്ഞ for longer periods. For longer periods we use the preposition in, such as years, in front of years, months, centuries, decades, past, future, present. We use the preposition. No seasons also. We use the preposition in ഉപയോഗിച്ച് പറയുന്നു. Here we are saying that for shorter periods. That means parts of the day. Okay, in the morning, in the evening, in the afternoon. We use the preposition in. Then I'll meet you in 2 weeks time. I'll meet you in short period of time. ഞാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ നിന്നെ കാണാം. I'll meet you in 2 weeks time. Okay, 2 weeks time. I'll meet you in 2 weeks time. For shorter periods. Okay. Then next one. When we say about night, which preposition we use? Before that we use
Excuse me. At. Previous പറയുന്നത്. Only when we At. say at night, we use the preposition at. Okay, at. Then I will make a cake at night. Okay, I will make a cake at night. നൈറ്റിന് മുൻപിൽ മാത്രം ഏത് ഉപയോഗിക്കുന്നു? അറ്റ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അറ്റ്. ബാക്കി എല്ലാം, അതായത് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഇന്ന് ഉപയോഗിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നൈറ്റിൽ മാത്രം അറ്റ് ഉപയോഗിക്കുന്നു. അറ്റ് നൈറ്റ്, ദാറ്റ്സ് ദ റൂൾ. ഓക്കെ, അറ്റ് നൈറ്റ്. ക്ലിയർ ആണോ? When we talk about Yes, longer ma'am. period of time, yes, Shajira, can you give me some examples for this? For longer periods, for shorter periods, parts of the day. Then, what else? We use the preposition In. clear ano? Clear ano? Can you give me some examples by using in? എവിടെയൊക്കെയാണ് ഇൻ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രിപ്പോസിഷൻ ഓഫ് ടൈം ആയിട്ട് എങ്ങനെയാണ് ഇൻ ഉപയോഗിക്കുന്നത്, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആയിട്ട് ഏതൊക്കെ സ്ഥലത്തെ സൂചിപ്പിക്കുവാൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഈസ് ഓൺ. ഓൺ. ഓക്കെ, ടു റെഫർ ടു ലൊക്കേഷൻ ഓൺ എ സർക്കിൾ. ഓൺ എ സർക്കിൾ. I'll meet you in the evening. Yes, good. I'll meet you in the evening. Yes. Then you want to say something is on. Something is on a surface. അതായത് സർഫസിന്റെ മുകളിലാണ്. To give, to refer to a location on a surface. സർഫസിന്റെ മുകളിലാണ് അല്ലെ? The books are on the table. The books are on the table. She sat on the chair. On, സർഫസിന്റെ മുകളിലാണ്. അതിന്റെ ലൊക്കേഷൻ അല്ലെ? സർഫസിന്റെ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? On ഉപയോഗിച്ച് പറയും. Write this down on a piece of paper. Before we discuss that, write this down into your notebook. In your notebook, write this down in your notebook. If I want to say write this down on a piece of paper, paper മുകളിൽ എഴുതാൻ ഞാൻ പറയുമ്പോൾ എന്ത് ഉപയോഗിക്കണം? Which preposition I use? On a piece of paper. On a paper. Write this down on a paper. Okay, clear are your differences. Then, when I want to say in this building, I am living in this building. Okay, I am living in this building. My office is in this building. ഈ ബിൽഡിംഗിലാണ് എന്റെ ഓഫീസ്. ഇവിടെ പറയുന്നത് my office ഏത് ഫ്ലോറിലാണ് എന്റെ ഓഫീസ്? ഈ ബിൽഡിംഗിൽ ഏത് ഫ്ലോറിലാണ് എന്റെ ഓഫീസ്? അല്ലെങ്കിൽ എന്റെ റൂം ഏത് ഫ്ലോറിലാണ്? Then which preposition I use? ഏത് ഫ്ലോറിലാണ്? Then, അതായത് which floor it is situated? In which floor it is situated? Then I use preposition on the third floor. Okay, on the third floor. My office is on the third floor. അതായത് ഈ ബിൽഡിംഗിൽ ഏത് ഫ്ലോറിലാണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ലാർജ് ബിൽഡിംഗിന്റെ ഉള്ളിലാണ്, ഒരു ബിൽഡിംഗിന്റെ അകത്താണ് വരുന്നതെങ്കിൽ അല്ലെ? എന്റെ ഓഫീസ് ഈ ബിൽഡിംഗിലാണ്. അപ്പൊ ഞാൻ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു? My office is in this building. ഈ ബിൽഡിംഗിന്റെ അകത്താണ്, ഈ ബിൽഡിംഗിനുള്ളിലാണ്. ഇനി എനിക്ക് പറയാനുള്ളത് എന്റെ ഓഫീസ് ഏത് ഫ്ലോറിലാണുള്ളത്? ഏത് ഫ്ലോറിലാണ്? അപ്പൊ ഞാൻ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം? My office is on the third floor. Okay, my apartment is on the, my flat is on the fifth floor. എന്റെ ഫ്ലാറ്റ് fifth floorലാണ്. അല്ലെങ്കിൽ my bedroom, my bedroom is on the first floor. My bedroom is on the first floor. ഏത് ഫ്ലോറിലാണ് എന്റെ ഓഫീസ് അല്ലെങ്കിൽ എന്റെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഏത് പ്രീപോസിഷൻ ഉപയോഗിക്കണം? ഓൺ ഉപയോഗിച്ചിട്ട് വേണം പറയാൻ. ഓൺ, കേട്ടോ? Then please write this on a piece of paper. On, അല്ലെ? Piece of paper, on a paper. Please write this on a paper. മുകളിൽ എഴുതൂ. Okay, മുകളിൽ എഴുതൂ. Okay, then write this down on a piece of paper. She sat on the chair. The books are on the table. Let's hang this painting on the
wall. Let's hang this. She sat on the roof. Is checked. Okay. Then next, let's hang this painting on the wall. അതായത് വോളിന് മുകളിൽ അല്ല, പ്രതലത്തിന് സർഫസിന്റെ മുകളിൽ വരുമ്പോൾ ഓൺ ഉപയോഗിച്ച് പറയുന്നു. ഓക്കെ. Okay, fine. She sat on the chair. Okay, you can say that. Then when we say about public transportation, yes, she danced on the stage. She dances on the stage. She's dancing on the stage. Yes, yes. Yes, good. Then next one is when we say about public transportation കുറിച്ച് പറയുമ്പോൾ which preposition we use? ഏത് preposition ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? Public transportation നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. Which preposition we use? Bus, train. Yes, on ഉപയോഗിച്ച് പറയുന്നു. On. He's on the bus now. I'm on the train. I saw him on the bicycle. When we say about bicycle, bike. Okay, we ride on a bicycle. Bicycle നെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ on ആണ് ഉപയോഗിക്കുന്നത്. Okay, clear ആണോ? Yes, ma'am. You can't make phone calls on a plane. Plane നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ പാടില്ല. phone call ചെയ്യാൻ പാടില്ല. You can't make phone calls on a plane. I saw him on the bicycle. On the bus, on the metro, on the train, on the plane. Okay, you can use that. The preposition is on. Okay, we use the preposition on. Then we talk about public transportation. കുറിച്ച് പറയുമ്പോൾ നമ്മൾ preposition on ഉപയോഗിച്ച് പറയുന്നു. Okay, we discussed that when we talk about newspaper. I read this in the newspaper. And a newspaper നെ കുറിച്ച് പറയുമ്പോൾ it is printed media, print media ആണ് അച്ചടിക്കുന്നത് അല്ലെ, print media ആണ്. So we use the preposition in when we talk about medias such as TV, radio. Okay, talk about channels, social media, internet. Then what we use, which preposition we use? Preposition on ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. On, preposition on. Okay, I saw this news on the TV. The news headline is broadcasted on BBC channel. To talk about channel, use the preposition on. Okay, on Asianet. I saw this movie on Asianet. I hear this news on the radio. Okay, when we talk about medias, we use the preposition on ഉപയോഗിച്ച് പറയുന്നു. Can you say some example? First, we discussed that to refer to a location on a surface, we use the preposition on. On ഉപയോഗിച്ച് പറയുന്നത് സർഫസിന്റെ മുകളിലാണ് അല്ലേ? Something is on the surface. We use the preposition on. Okay, let's hang this painting on the wall. On മുകളിൽ അല്ലേ? When we talk about large vehicles, public transportation, we use the preposition on. Get on the bus. Get on the train. Then, I saw this film on the TV. Yes, good. I saw this film on the TV. Yes, good. Then, preposition of time ആയിട്ട് on എങ്ങനെ ഉപയോഗിക്കുന്നത്?
To refer to a particular day or date, നമ്മൾ നേരത്തെ കണ്ടു month, years, in front of that, which preposition we use? നമ്മൾ ഏത് preposition ആണ് in front of months, years, centuries? Which preposition? Which preposition? Months in the മുൻപില്, years in the മുൻപില്. Which preposition we use? Yes, Shajana, say. Sorry, ma'am. In ഉപയോഗിച്ച് പറഞ്ഞു right? Yes, good. In the month of June, in June, in April, in year മുൻപിലായാലും months മുൻപിലായാലും in ആണ് ഉപയോഗിച്ചത്. Here we are saying that what if we refer about a specific date or day, അല്ലെങ്കിൽ date, specific date, yes, good. Specific date, particular day or On. date, yes, on ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. The picnic is planned on Sunday, on Monday, on Tuesday. When we say about a specific day, we use the preposition on. My birthday is on May 18. My birthday is on May 18. The examination will be held on April 16. Okay, the examination will be held on April 16. The meeting will be arranged on Sunday afternoon. On Sunday afternoon, sorry, whatever it is. Okay, on Monday afternoon, the meeting will be arranged. Okay, meeting is arranged on Monday afternoon. I will see you on your birthday. Specific days: birthday, New Year's Day, Republic Day, Independence Day. Okay, നമ്മൾ പറയുമ്പോൾ preposition on ഉപയോഗിച്ച് പറയുന്നത്. I will see you on your birthday. I'll see you on your birthday. Here ano, if we say about, if we talk about a specific day or date, we use the preposition on. On ഉപയോഗിച്ച് പറയുന്നു. Can you give me some examples for this? My son's birthday on 21st September. Very good, very good. You can say that. Yes, good. On, before a date, before a specific date, we use the preposition on. Then, anyone else? If you need some examples by using on a before a specific date or date. When we say about repetitive days, my dance classes are scheduled on Saturdays. അതായത് സാറ്റർഡേസിലാണ് എന്റെ ഡാൻസ് ക്ലാസ്സസ് അറേഞ്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മൈ ഡാൻസ് ക്ലാസ് repetitive days. Okay. മനസ്സിലായത്? My dance classes are scheduled on Saturdays. My dance classes are scheduled on Saturdays. Then, can you give me some examples? I'll see you on your birthday. I'll see you on your birthday. He gifted a puppy on their anniversary. On their anniversary. The specific day is mentioned. He gifted a puppy on their anniversary. Okay. I will see you on your birthday. On your birthday. I'll see you on your birthday. Then when we refer on time, when we say about on time, we will be meet there. Okay, we will meet there on time. We will reach there on time. On time. അല്ലെ ഇപ്പം നമ്മൾ കറക്റ്റ് സമയത്തിന് കാണാം, മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഓൺ ടൈം ആണ് പറയുന്നത്. We submitted the project on time. കറക്റ്റ് ടൈമിലാണ് അല്ലെ, ഒരേ സമയത്ത് ഓൺ ടൈം കറക്റ്റ് ടൈമിലാണ് സബ്മിറ്റ്. ഓൺ ടൈം എന്ന് പറയും. We submitted the project on time. We submitted the project on
time. Clear or not? He will come on January 2nd. Yes, he will come on January. Specific days mentioned, so we use on. Another example. Make it try. On by using on. The class will start on time. Shadira, could you please speak up? The class will start on time. Yes, very good. On time. The class will start on time. Yes, good. The exam will start on time. Time will തന്നെ start ചെയ്യും എന്ന് പറയാം. Okay, clear. Clear ആണോ? മനസ്സിലായോ? Next one is മനസ്സിലായോ? Clear ആണോ? Any doubts you have? Any doubts? Want to ask? No, ma'am. Okay, then next one is at. When we use at. എപ്പോഴാണ് നമ്മൾ at ഉപയോഗിക്കുന്നത്? നമുക്ക് കുറെ ഡിഫറൻസ് മനസ്സിലായി. in എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? on എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? Before year it is used. Before month it is used. Specific date or specific day. അല്ലേ? Then parts of the day. എന്താ ഏത് preposition ആണ് ഉപയോഗിക്കുന്നത്? Okay, the next one is at. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? At എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? See that. Preposition of time. അല്ലെ, സമയത്തെ സൂചിപ്പിക്കുവാൻ at എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? Use at with exact time. An exact time is given. അതായത് ഒരു കറക്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് മുൻപിലായിട്ട് എന്ത് ഉപയോഗിക്കണം? At ഉപയോഗിച്ച് പറയുക. We will meet you at 3 o'clock. I'll see you at 3 o'clock. The meeting will be held at 9 o'clock. The meeting will be held at ആയിരിക്കും at 9 o'clock. Then the meeting ended at 10:30 a.m. An exact time is given. An exact time is given. Before that, we use the preposition at. We had lunch at noon. That is time at noon. What is the time? 12 p.m. Okay, 12 p.m. at noon. At midnight, 12 a.m. Okay, at midnight. We fall asleep. We fall asleep at midnight. We fall asleep at midnight. At lunchtime. At dinner time. Okay, at dinner time. At bedtime. And മുൻപിലൊക്കെ നമ്മൾ at ഉപയോഗിച്ച് പറയും. At sunrise. The night is so beautiful at sunset. Okay, the night is so beautiful. The place is so beautiful at sunset. At the time, again, at that time, it's very beautiful. At the time, at the moment, at that moment, at this moment, we use attributes for it. At bedtime, at lunchtime, attributes എന്നാണ് പറയുന്നത്. Clear ആണോ? To refer an exact time, a specific time, we use the preposition at. Can you give me some example by using it? I fell asleep at midnight. At night. We discussed it before. At night. Night in the മുൻപില് at ആണ് ഉപയോഗിച്ച് പറയുന്നത്. At the weekend. We will meet tomorrow at night. Yes. Okay. Then at the weekend. The exam starts at Yes, very good. Very good. Then we plan to go for a picnic. We plan to go for a picnic at the weekend. Okay. We plan to go for a picnic at the weekend. At weekend. Okay, at the weekend. Yes. At. The exact time ഉണ്ടല്ലോ. ടൈമിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് at ഉപയോഗിച്ച് പറയുന്നത്. Preposition at അവിടെ ഉപയോഗിക്കുന്നുണ്ട്. Then next one is preposition of place. സ്ഥലത്തെ സൂചിപ്പിക്കുവാൻ. I get up. Yes, I was up at 5 a.m. Yes, good. At 5 a.m. in the early morning, in the morning. Okay. Then next one, to refer to
any specific point, to denote a specific point or location, we use at ഉപയോഗിച്ച് പറയുന്നു. We are at the museum right now. We are at the museum right now. ഞങ്ങൾ മ്യൂസിയത്തിലാണുള്ളത്. അല്ലേ? Then there is somebody at the front door, a specific point. Specific point is mentioned here. We are at, somebody is there at the front door. Front door ന്റെ അടുത്ത് ആരോ ഉണ്ട്. അല്ല, there is somebody at the front door. I met my teacher at the library. Library വെച്ച് കണ്ടു. At the location, correct location ആണ് തന്നിട്ടുള്ളത്. അവിടെ at ഉപയോഗിച്ച് പറയുന്നു. She dropped me at the bus stop. She dropped me at the station. She dropped me അവിടെ, അല്ലേ? എന്നെ സ്റ്റേഷൻ അടുത്ത് ഡ്രോപ്പ് ചെയ്തു. സ്റ്റേഷനിലെ ഡ്രോപ്പ് ചെയ്തു. കറക്റ്റ് ലൊക്കേഷൻ. We used to say the preposition at. At ഉപയോഗിച്ച് പറയുന്നു. Can you say some example for this? We are at the traffic lights. We are at the traffic lights. Sometimes we say that please write your name at the top of the page. At the top. At the top. At the bottom. Correct space, correct location is given. അല്ല, എവിടെയാണ് എഴുതേണ്ടത്? At the top. At the bottom. Let's say that. Okay. Please write your name. When we say in the paper, sorry, in the notebook. Please write this down in the notebook. In your notebook. In your notebook. Please write this on a piece of paper. On a paper. Here I'm saying that please write your name at the top of the page. At the right side. Okay. Where are we? Here. Specifying the location here. So we use the preposition at ഉപയോഗിച്ച് പറയുന്നു. മനസ്സിലാവുന്നല്ലോ? At the bottom, at the top. മനസ്സിലാവുന്നല്ലോ? Here at the traffic lights. ഞങ്ങൾ അവിടെ ഉണ്ട്. Correct location. Here at the traffic lights. Clear ആണോ? Yes, ma'am. Okay. What about others? At the bus stop, at the restaurant. Okay, we can use. Then next one is at. When we talk about any activities we engaged in, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ അല്ല പ്രവൃത്തി മുഴുകിയിരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ നമുക്ക് at ഉപയോഗിച്ച് പറയാം. We stayed at home all day. ദിവസം മുഴുവൻ ഞാൻ വീട്ടിലായിരുന്നു. We stayed at home. I'm waiting for you at the bus stop. Yes, very good. I'm waiting for you at the bus stop. Very good. I'm waiting for you at the bus stop. Now, we will be there at the bus stop. Please come through. Please come. Okay, please come. We'll be there at the bus stop. We'll be waiting for you at the bus stop. Yes. We'll wait for you at the bus stop. We can say that. Then we stayed at home all day. We stayed at home all day. Then he stayed at work until at work. On work 7 p.m. until 7 p.m. He stayed at work. He stayed at work until 7 p.m. To refer to any activities engaged in. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ we can say the preposition at. But when we don't use at in only some words, അതായത് നമ്മൾ prepositions ഉപയോഗിക്കാൻ പാടില്ല. ചില വേർഡ്സിനോടൊപ്പം നമ്മൾ prepositions ഉപയോഗിക്കുന്നില്ല. അത് ഏതൊക്കെ വേർഡ്സ് ആണെന്ന് പറയാം. Next, we are traveling next Sunday. Okay, നമ്മൾ in Sunday, next Sunday എന്നൊന്നും പറയില്ല. We are traveling next Sunday. അതിന് ആ ഒരു സെന്റൻസിൽ prepositions യൂസ് ചെയ്തിട്ടില്ല. Next Sunday, we are traveling.
Okay, we are planning to go next Sunday. We are planning to go next Sunday. Okay, നമ്മള് ചില വേർഡ്സിനോടൊപ്പം prepositions ഉപയോഗിക്കുന്നില്ല. Last. I met her last week. I met her last week. I met her on last week. ഉപയോഗിക്കില്ല. I met her last week. Okay. I met her last week. Last year. I met her last year. In on ഒന്നും ഉപയോഗിക്കുന്നില്ല. The next one is this. I will call you this evening. I will call you this evening. Okay, this നോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നത് തെറ്റാണ്. I will call you this evening. I will call you this evening. Then, yes, good. I stayed at marriages, marriage ceremony, marriage party, reception. I stayed at reception. Whatever it is, you can say that. Okay, very good. Then every with every also we don't use preposition. For example, I go for a walk every morning. Every morning. I go for a walk every morning. I go for a walk every morning. Use that. Okay. And we revise it once again. First, we see that when the preposition is used to say about larger space, something is inside a larger space, such as a country, city, village, whatever it is, we use the preposition in, then inside a building. Inside a building, we use in. Then next one is in an enclosed area. In an enclosed area. The apples are in the refrigerator. Okay. Write this down in your notebook. Okay. Then to refer about small vehicles such as taxi, car, whatever it is we use in. Then when we talk about bicycle, bike, we use the preposition when we talk about bicycle, bike. Excuse me. This preposition, yes, sir, on. When we talk about public transportation, which preposition we use? On. Yes, sir, on. When we talk about months, years, which preposition? In. On. When we talk In. about years, months, centuries, In. In. very good, in. When we talk about seasons, In. in, very good, in. And when we talk about part of the day, morning, On. morning, evening, On. In. yes, good. In the morning, in the evening, in the afternoon. When we talk about night, which preposition we use? At. At night. night. At night, yes. Then when we talk about yes, when we talk about specific location, On. location is given. At. Yes, sure. When we talk about something is on the surface, On. On. on vehicle. Can you give me some example for this? On the surface. The bag on the table. Shajira? The bag on the table. Yes, the bag is on the table. It's good. The bag is on the table. It's good. Then My what else? office on the third floor. Okay, my office, my flat is on the third floor. It's very good, very good. My office is on the third floor. Then what else? Then on, when we say about specific date or day, which preposition we use? On. Yes, good. She's on the space. Yes. On ഉപയോഗിച്ച് പറയുന്നു. Specific date, New Year's Day, on New Year's Day, on Independence Day, on Republic Day. Okay, all these days we use the preposition on. When we talk about public transportation, which preposition we use? On. On. Yes, very good. Get on the bus. On. We are on the bus. Okay, we are on a train. Then when we talk about newspaper, which preposition? Newspaper.
On. in Make it On. one form. Which preposition we use when we talk about newspaper? I read this sorry. On. I read this on the newspaper or in the On newspaper. the newspaper. in On newspaper. the newspaper. I read this in the newspaper or on the newspaper. In the Say it or repeat it. I think on the newspaper. On the newspaper. ആണോ? in the newspaper. In the newspaper. I read this in the newspaper. അല്ലേ? പറഞ്ഞല്ലേ? I read this in the newspaper. When we talk about other media such as TV, radio, On yes, TV, radio, then internet, social medias, then talk about channels. We use the preposition on on. On ഉപയോഗിച്ച് പറയുന്നു. കഴിഞ്ഞോ നമ്മളുടെ ഒരുവിധം റിവൈസ് ചെയ്തല്ലേ? Then particular day or date we use on. The next one is when we talk about an exact time, a specific time. at Yes, I have to be forever. Yes. Okay. I think it's clear. Then in the next class we'll revise it once again and then we'll do some exercise also. Okay. Thank you. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.